ഹലോ കേസേ, സമ്മറണ്ണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അനീഷിനെ ഇങ്ങനെ കുറ്റങ്ങൾ അല്ലേ. സമ്മറണ്ണൻ വേറെ ആരൊരു PR എടുത്തിട്ട് അനീഷ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപം പൊതുവേ നിലവിലുണ്ട്. എന്തായാലും ആവട്ടെ, മൂപ്പരേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള യോഗ്യത അർഹതയൊക്കെ ഉണ്ട് അല്ലേ സമ്മറണ്ണന്. അതേപോലെ അനീഷിനും അങ്ങനെ ഒരു യോഗ്യത അർഹത ഉണ്ട് എന്ന് സമ്മറണ്ണൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ ഇതിൻ്റെ പോയിന്റ് അല്ലേ. സമ്മറണ്ണൻ അനീഷിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് സമ്മറണ്ണനെ കുറിച്ച് നമുക്കും കുറച്ച് കുറ്റങ്ങൾ പറയാം ഗൈസ് എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സംഗതി ഞാൻ ഇന്ന് ലൈവ് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ലൈവ് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഗുണ്ടാമണ്ടികളായിട്ട് കാണാനൊന്നും കാര്യമായിട്ട് പറ്റലില്ല. പക്ഷേ എപ്പിസോഡുകൾ കാണലുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന സംഗതി, അനീഷ് എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളതാണ്. അതായത് അനീഷ് പറയുന്നത് ഇവിടെ ആക്ടേഴ്സിനെയാണ് കൂടുതലും കൊണ്ടുവരുന്നത് ബിഗ് ബോസിൽ, കോമണേഴ്സിനെ അങ്ങനെ കൊണ്ടുവരില്ല സാധാരണക്കാരെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഒരു 5 പേരെങ്കിലും സാധാരണക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോഴല്ലേ സാധാരണക്കാരെ പ്രതിനിധികൾ എണ്ണം കൂടുക എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് റിസർവേഷൻ പോലുള്ളൊരു സെറ്റപ്പ് അല്ലേ, അപ്പോൾ അങ്ങനെ എടുക്കണ്ടേന്ന്. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ 20 കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരാൾ കോമണർ എന്ന് പറയുമ്പോൾ ഒരാൾ പോരെ, എന്തിനാ ഇപ്പോൾ ഒരാളെ വെക്കണത്? ഒരു 5 പേരെ എടുത്തോടേതാണ്. അപ്പോൾ സമ്മറണ്ണം പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം? ആൾക്കാർ കാണാണല്ലോ, ബിഗ് ബോസിന് പഠിപ്പിക്കാൻ ഇവൻ ആരാണ് എന്നുള്ള രീതിയിലാണ് അനീഷിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ കാര്യം, സാധാരണക്കാർക്ക് ഒരു കോമണർ എന്നതിനപ്പുറത്തേക്ക് ഒരു 2, 3, 5 കണ്ടസ്റ്റൻസ് അവിടെ വന്ന എന്താ പ്രശ്നം? അല്ലെങ്കിൽ സെലിബ്രിറ്റി കോമണർ എന്നുള്ള ഒരു ഡിഫറൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഡിഫറൻസ് അവിടെ മാറ്റി വെച്ചിരുന്നാൽ പിന്നെ അങ്ങനെ ലെവലിലാക്കണം അല്ലേ. അല്ലാണ്ട് കോമണർ എന്നുള്ള രീതിയിൽ ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് അതിലൊരാളെ 25 പേരിൽ ഒരാളെ ആക്കുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ കേസ്. എനിക്കിപ്പോൾ അതങ്ങനെ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതായത് അനീഷ് പറഞ്ഞതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ന്യായമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ സെലിബ്രിറ്റിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട്, സെലിബ്രിറ്റീസ് കൊണ്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ എന്ത് സെലിബ്രിറ്റി അവർ കാണിക്കുന്നത്? അതിൽ ഭൂരിഭാഗം പേര് ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ടുമില്ല. ആദില നൂറേനെ അവിടെ ഇവിടെയൊക്കെ കാണലുണ്ട്. അതേപോലെ തന്നെ അനുമോൾ പിന്നെ സെലിബ്രിറ്റിയാണ് അറിയാം. ഷാനവാസിനെ ഏതൊക്കെ സീരിയലിൻ്റെ ഭാഗമായിട്ട്, ഏതൊക്കെ ട്രോളിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്തിൻ്റെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഗൂഗിളിലൊക്കെ കാണലുണ്ട്, യൂട്യൂബിലൊക്കെ. അല്ലാണ്ട് ഇപ്പോൾ ഇത് ബാക്കിയുള്ളവരെ എന്താ ഇപ്പോൾ സംഗതി? ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേസ്, വലിയ സംഭവം. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ സാധാരണക്കാരെ നെഞ്ഞത്ത് കയറുക എന്നുള്ളത് പൊതുവേ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സമ്മറണ്ണൻ എന്തോ സോ കോൾഡ് മെയിൻ സ്ട്രീം ബൂർഷ പൊളിറ്റിക്സിൻ്റെ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുകയാണോ എന്നൊരു തോന്നലുണ്ട് കേസ്. അപ്പോൾ എന്ത് സാധാരണക്കാരാണ് അനീഷ് എന്നൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമ്മറണ്ണൻ സാധാരണക്കാരനാണ്. മൂപ്പര് പറഞ്ഞത് ഇവന് ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടല്ലോ അനീഷ്, സർക്കാർ ജോലി ഉണ്ടല്ലോ, പിന്നെ എഴുത്തുകാരനാണല്ലോ, പിന്നെ എങ്ങനെ സാധാരണക്കാരനാവുകയെന്ന്? എഴുത്തുകാരെന്താ സാധാരണക്കാരാവൂലേ? എഴുത്തുകാർക്ക് എന്താ കൊമ്പുണ്ട്? എന്താ വേറെ എന്തെങ്കിലും ലെവലിലാണ്? ഒന്ന് പോടത്തെ കൈ കൊടുന്ന്. അതേപോലെ തന്നെ സമ്മറണ്ണം പറയുന്ന നാറിത്തരം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കയ്യിൽ കുറേ കാശുണ്ടല്ലോ, മറ്റു പലരേക്കാളും കൂടുതൽ ധനികനാണ്, മൂപ്പര് റിച്ചാണെന്ന്. അതിന് സാധാരണക്കാരനല്ലാണ്ടാവുക. ഇവിടെ ചെങ്ങായി അവൻ കോമണർ എന്നുള്ള അങ്ങനെ ഒരു കാറ്റഗറി അവിടെ ഉള്ളത്, അങ്ങനെ സെലക്റ്റായി വന്ന ചെങ്ങായിയാണ്. അപ്പോൾ അവനത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാറ്റഗറി വെച്ച് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതിപ്പോൾ ഇവനെന്താ പ്രശ്നം? സമ്മറണ്ണ ഇങ്ങനെ പൊക്കി വിട്ടാൽ ചിലപ്പോൾ അടുത്തോട്ടം സമ്മറണ്ണനെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും ബിഗ് ബോസിൽ ഊള. അതിനാവും ഇങ്ങനെ പറയണത്, വലിയ സംഭവം പോലെ. പിന്നെ അതിൻ്റെ വേറൊരു സംഗതി എനിക്ക് തോന്നുന്നത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നണതല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റിയാലിറ്റി ഷോ ആണ് കേസ്. അപ്പോൾ അവർക്ക് പരിചയമുള്ള കുറേ ആളുകൾക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കണ്ടുള്ള കുറേ ആളുകൾ എത്രത്തോളം ഊളത്തരാണ് അവർ കാണിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒളിഞ്ഞു നോക്കാനുള്ള വോയൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രവണത ആളുകൾക്ക് ഉണ്ടാവും. ഇതാണ് ബിഗ് ബോസ് മുതലെടുക്കുന്നത്. പിന്നെ ആളുകളെ വൈകാരികമായിട്ട് തകർക്കാൻ ശ്രമിക്കുക, അവിടുത്തെ കണ്ടസ്റ്റൻസിനെ വൈകാരികമായിട്ട് തകർക്കാൻ ശ്രമിക്കുക, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഒരു വിജയം. അപ്പോൾ അതിനാണ് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതാണ് കേസ് എനിക്ക് തോന്നണത്. അപ്പോൾ പിന്നെ ഇവരുടെ PR ടീംസ് ഫാൻസൊക്കെ തമ്മിൽ കത്തിക്കുത്തും കത്തറയും പിത്തറയൊക്കെ ആവുമല്ലോ. ഇതൊക്കെയാണ് ബിഗ് ബോസിന് വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ അവിടെ നന്മമരങ്ങളെ ഉണ്ടാക്കിയെടുക്കണതും സമൂഹത്തിന് വലിയ എന്തൊരു മാതൃക ഉണ്ടാക്കി കൊടുക്കണതും ബിഗ് ബോസിൻ്റെ ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും ബിഗ് ബോസ് ഉണ്ട് ലോകത്തെന്തോ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. മേ ബി ദർ ഇസ് എ ചാൻസ്. അപ്പോഴാണ് അഖിൽമാരാറിനെ പോലുള്ള ആളുകളുടെ ഒരു കാര്യം. അഖിൽമാരാർ സെലിബ്രിറ്റി ആയിട്ടാണോ അവിടെ വന്നത്, അതോ കോമണറായിട്ടാണോ? സെലിബ്രിറ്റി ആയിട്ടല്ലേ. അഖിൽമാരാർ സെലിബ്രിറ്റി ആയതും ഒരു സാധാരണക്കാരൻ ലെവലിന് വേറെ കുറേ കഷ്ടപ്പാടുകൾ സെലിബ്രിറ്റി ആയി വന്നതാണെന്നൊക്കെ അങ്ങനെയും പറഞ്ഞിട്ട് ശരിയാണ്, സംഭവമൊക്കെ ശരിയാണ്. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഒരാൾ സെലിബ്രിറ്റി ആയിട്ട് വരികയാണോ? അല്ല, ഒരിക്കലല്ല.
സെലിബ്രിറ്റികളെ പലർക്കും സാധാരണക്കാരെന്നുള്ള ലെവലിൽ പോലും അറിയില്ല എന്നൊരു സംഗതിയുണ്ട്. സാധാരണക്കാരായ പലരും സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകളും ഉണ്ട്. അങ്ങനെയും എടുക്കാം. ഒരു പക്ഷേ സംവരണം പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. അനീഷ് സാധാരണക്കാരൻ കോമണർ ലെവലിൽ വന്നിട്ടാണെങ്കിലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യരാണെന്ന്. അങ്ങനെയാണെങ്കിൽ അനീഷിന് കോമണറായിട്ട് കൊടുക്കേണ്ടി വന്നതിൻ്റെ ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സെലിബ്രിറ്റീനും കൂടി എടുത്തിട്ടുണ്ടെന്നാൽ പിന്നെ കോമണർ വേണ്ട വേറൊരാൾക്ക് കൊടുക്കായിരുന്നില്ലേ ബിഗ് ബോസിന്? അങ്ങനെ മനസ്സിലാവുണ്ടോ? ഞാൻ ഇത്തവണ മൈജിയിൽ കൊടുക്കണം എന്ന് വിചാരിച്ച കേസ് നമ്മൾ സാധാരണക്കാരാണല്ലോ. നമ്മൾ ഐറ്റാരനൊക്കെയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ചീഞ്ഞ ഐറ്റാരനാണ്. ആൾക്കാർക്കൊന്നും വേണ്ട നമ്മൾ എഴുതുന്ന സാധനങ്ങളൊന്നും. അതുപോലെ വളരെ ഡിഫറൻ്റായിട്ട് ജീവിക്കാമെന്നൊരു സംഗതിയുണ്ട്. ഈ യൂണീക്ക്നെസ് ഒന്നും ഒരു നാടുകൾക്കും വേണ്ട. ഒരു പക്ഷേ എന്താ വെച്ചാൽ ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു കേസ്. എൻ്റെ മുറി ഇങ്ങനെ ഒന്ന് മാറി വരണുള്ളൂ. വല്ല ആനയുടെ മറ്റേതുപോലെ ആയിരുന്നു ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നു വണ്ടിയിൽ നിന്ന് വേണതാ അല്ലേ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ സമ്മറണ്ണനെ അനീഷിനോട് കുശുമ്പായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. സമ്മറണ്ണൻ്റെ വർത്താനൊന്നും ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂപ്പര് മറ്റുള്ളവരെ PR എടുത്തുകൊണ്ടാണോ അനീഷ് അങ്ങനെ കുറ്റം പറയണത് എന്നൊക്കെ പല കമൻറ്റുകളും കണ്ടു. പറയാൻ പറ്റൂല. 16 ലക്ഷത്തിനാണ് അനുമോൾ അവിടെ PR എടുത്തതെന്നാണ് പറഞ്ഞത്. കുറച്ച് ലക്ഷം രൂപ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പുളിക്കോ? യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കാച്ചിട്ടാനും കൂടി വേണ്ടിയിട്ടല്ലേ? സമ്മറണ്ണ മെയിൻ പരിപാടി അതല്ലേ, കാച്ചിട്ടാനല്ലേ? അപ്പോൾ പിന്നെ കുറച്ച് കാശിങ്ങനെ അനീഷ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുമെങ്കിൽ അടിപൊളിയല്ലേ ഗായ്സ്? എന്തായാലും നന്നായിട്ടുണ്ട്. സമ്മറണ്ണൻ സ്റ്റാൻഡില്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്റ്റാൻഡുണ്ടോ ബക്കറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. സംഗതി കോമണർ സാധാരണക്കാരുടെ നെഞ്ഞത്ത് കയറുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഇതെന്തോ കോമണർ കാർഡ് ഇറക്കുകയാണ് അനീഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയണം. അവനെ കോമണറായിട്ട് കയറ്റിക്കൊണ്ടാണ് അവൻ കോമണർ കാർഡ് ഇറക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യമായിട്ട് ഒരുത്തി കയറി വരണമെങ്കിൽ സ്ത്രീ കാർഡ് ഇറക്കും. നമ്മളിപ്പോൾ വിക്ടിം കാർഡ് ഇറക്കാൻ പാടില്ല എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെവിൻ കാർഡ് ഇല്ലേ, അവൻ ഇന്നയാളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട് വിചാരിക്കും. ആ കാറ്റഗറിയിലാണ് അവനെ സെലക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കും. അതിലൊന്നും നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ 2 കാറ്റഗറി അവിടെ ഉള്ളത്. ആണ് പെണ്ണെന്നല്ല ഇവിടെ പറയണത്. ഇവിടെ സംബന്ധിച്ച് ഒരു ജെൻഡർ വെച്ചിട്ടോ സെക്ച്വാലിറ്റി വെച്ചിട്ടോ ഒന്നുമല്ല. അവിടെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കോമണർ സെലിബ്രിറ്റി. അപ്പോൾ ഇപ്പം കോമണറായിട്ട് വന്നു. അപ്പോൾ കോമണർ അവിടെ ഒരു മൈനോറിറ്റി സംഗതിയാണ്. അവർക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നു. അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്നാൽ പിന്നെ ബിഗ് ബോസ് കോമണറും അതേപോലെ സെലിബ്രിറ്റി ഈ ഒരു സാധനം മാറ്റി വെക്കട്ടെ. ഇന്ന് അടിപൊളിയാവുമല്ലോ. എല്ലാവരും ഒരേ തട്ടിൽ കാണട്ടെ. അടിപൊളിയാവുന്നു അല്ലേ? അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും കോൾ വരും ബിഗ് ബോസിലേക്ക് വരൂ വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യാട്ടാ എന്നാൽ കാലക്കും. എന്നാൽ പിന്നെ ബിഗ് ബോസിന് തുരുത്തുരുന്നിങ്ങനെ മെയിൽ അയക്കായിരുന്നല്ലോ. ബിഗ് ബോസ് എന്നെ വിളിക്കോ സെലിബ്രിറ്റി ആയിട്ട്, എന്നെ വിളിക്കോ സെലിബ്രിറ്റി ആയിട്ടും. എല്ലാവരും സെലിബ്രിറ്റികൾ. എന്ത് രസമായിരിക്കും അല്ലേ?